നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭാവഗായകൻ പി ജയചന്ദ്രന് യാത്രാമൊഴി നൽകി കേരളം. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകി കേരളം. ചേന്ദമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ പേറുന്ന പാലിയം തറവാട് പി ജയചന്ദ്രന് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. ജയചന്ദ്രനിലെ പാട്ടുകാരനെ ഉണർത്തിയ പാലിയത്തെ മണ്ണിലാണ് ഇനി നിത്യഹരിത ഗായകന്റെ അന്ത്യവിശ്രമം. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് സംഗീത പ്രേമികളാണ് പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ചരിത്രമുറങ്ങുന്ന പറവൂർ ചേന്ദമംഗലത്തെ പാലിയം തറവാട് കോവിലകവും കുടുംബ വീടുകളും നാലുകെട്ടും കുളങ്ങളും ഊട്ടുപുരയും ക്ഷേത്രങ്ങളുമുള്ള അവിടുത്തെ മണ്ണിൽ നിന്നാണ് ജയചന്ദ്രൻ ജീവിതത്തിലേക്കും സംഗീതത്തിലേക്കും പിച്ചവെച്ചു തുടങ്ങിയത്. പാലിയം വക ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലും ചെണ്ടവാദ്യത്തിലും തായമ്പകയിലും കമ്പം തോന്നിയ കുട്ടി ആഗ്രഹിച്ചത് വലിയ മേളക്കാരനാകാനായിരുന്നു. ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഉള്ളിൽ ഒരു റിതം രൂപപ്പെടുത്തിയത് ചേന്ദമംഗലം എന്ന നാടാണ്. ഗായകനായ ശേഷം വരവ് വിശേഷ അവസരങ്ങളിൽ മാത്രമായി ചുരുങ്ങിയെങ്കിലും വന്നാൽ പിന്നെ പാട്ടും വർത്തമാനങ്ങളുമായി തനി പാലിയം കുന്നുകാരനാകും ജയചന്ദ്രൻ. പാലിയത്ത് അവസാനം എത്തിയപ്പോഴാണ് ആ മണ്ണിൽ തന്നെ ഉറങ്ങണമെന്ന ആഗ്രഹം ജയചന്ദ്രൻ ബന്ധുക്കളോട് രഹസ്യമായി പറഞ്ഞത്. യാത്ര പറയാൻ പാലിയത്തുകാരുടെ ജയൻകുട്ടൻ ഇനിയില്ല. എണ്ണമറ്റ ഭാവഗാനങ്ങൾ ആസ്വാദകർക്ക് കൈമാറി ഓർമ്മകളുടെ ചിറകിലേറിയാണ് ജയചന്ദ്രന്റെ അന്ത്യയാത്ര. റെയിൽവേ ഗേറ്റിന് സമീപം വിദ്യാർത്ഥിയുടെ മൃതദേഹം. ട്രെയിൻ തട്ടി വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര കുത്താളി കുന്നത്തുകണ്ടി ബാബുരാജിന്റെ മകൻ അമൽരാജാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കോഴിക്കോട് വടകരയ്ക്കടുത്ത് മുക്കാളി റെയിൽവേ ഗേറ്റിന് സമീപമാണ് അപകടമുണ്ടായത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം. കോഴിക്കോട് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ് അമൽരാജ്. സംഭവത്തെ തുടർന്ന് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 2.5 വയസ്സുകാരിക്ക് ടീച്ചറുടെ ക്രൂരമർദ്ദനം. 2.5 വയസ്സുകാരിയെ കമ്പി കൊണ്ട് അടിച്ചതായി പരാതി. അങ്കണവാടി ടീച്ചറാണ് അടിച്ചത്. തിരുവനന്തപുരം വെമ്പായം ചിറമുക്കിലാണ് സംഭവം. ചിറമുക്ക് സ്വദേശികളായ സീന, മുഹമ്മദ് ഷാ ദമ്പതികളുടെ മകൾക്കാണ് അടിയേറ്റത്. ഷൂറാക്കിന്റെ കമ്പി കൊണ്ടാണ് അടിച്ചതെന്നാണ് ആരോപണം. ടീച്ചർ ബിന്ദുവിനെതിരെ രക്ഷകർത്താക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. സീരിയൽ സെറ്റിലെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററായ യുവതി. തിരുവല്ലം പോലീസ് ഇതുവരെ അസീമിന്റെ മൊഴിയെടുക്കാൻ തയ്യാറായില്ലെന്ന് യുവതി ആരോപിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസിന്റെ ശ്രമം. എന്നാൽ കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും യുവതി പറഞ്ഞു. ഇനി ഒരു സ്ത്രീക്കും ഇത് സംഭവിക്കാൻ പാടില്ലെന്നും യുവതി പറഞ്ഞു. മകന്റെ മൊഴിയെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. സംഭവ സമയം മകൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും യുവതി പറഞ്ഞു. ഇക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി AIG പൂങ്കുഴലിക്കും യുവതി പരാതി നൽകി. ആരോപണ വിധേയനായ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അസീമിന്റെ ഫോണിൽ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. അസീം സെറ്റിൽ വെച്ച് കടന്നു പിടിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യുവതി തിരുവല്ലം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പോലീസ് നടപടിയിൽ അലംഭാവമുണ്ടെന്നാണ് യുവതി പറയുന്നത്. അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷം രൂക്ഷം. വൈദികർക്കെതിരെ നടപടി. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വീണ്ടും സംഘർഷം. വൈദികരും വിശ്വാസികളും ഗേറ്റ് തള്ളിത്തുറക്കാൻ ശ്രമിച്ചതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർത്തു. പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വൈദികരെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധം. ഗേറ്റിൽ കയർ കെട്ടിയ ശേഷം വലിച്ചുകൊണ്ടാണ് ഗേറ്റിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തത്. വൈദികരെ കടത്തിവിടണമെന്നാവശ്യപ്പെട്ടാണ് വിശ്വാസികൾ പ്രതിഷേധം ഉയർത്തിയത്. ഗേറ്റ് തകർക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും വിഫലമായി. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. പോലീസും പ്രതിഷേധക്കാരും നേർക്കുനേർ നിൽക്കുകയാണ്. ഗേറ്റ് തകർത്തെങ്കിലും പ്രതിഷേധക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്.